ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ച നിയമസഭാ കക്ഷി യോഗം വ്യാഴാഴ്ച. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം വ്യാഴാഴ്ച ചേരും. ഹൈക്കമാൻഡ് നിരീക്ഷകർ നാളെ രാത്രി തിരുവനന്തപുരത്തെത്തും. എംഎൽഎമാരെ ഒറ്റയ്ക്ക് കണ്ട് അഭിപ്രായം തേടും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ എന്നിവരാണ് എഐസിസി നിരീക്ഷകർ. കണ്ണൂർ പൊയിലൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്ക്. കണ്ണൂർ പൊയിലൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്ക്. കണ്ണൂർ പൊയിലൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്ക്. പൊയിലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹദിനാണ് പരിക്കേറ്റത്. സ്റ്റീൽ ബോംബ് എങ്ങനെ കുട്ടിക്ക് ലഭിച്ചു എന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പരിക്കേറ്റ കുട്ടിയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. ബംഗളൂരുവിൽ ഡോഗ് ഷെൽട്ടർ ഹോം ഉടമയുടെ ക്രൂരമർദ്ദനത്തിനിരയായ 47-കാരി മരിച്ചു. ബംഗളൂരുവിൽ ഡോഗ് ഷെൽട്ടർ ഹോം ഉടമയുടെ ആക്രമണത്തിനിരയായ 47-കാരി മരിച്ചു. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനിയാണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പ്രതി ദീപക് കൃഷ്ണ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിലെ സുലിബലയിലാണ് ക്രൂരമായ സംഭവം നടന്നത്. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടർ ഉടമയായ ദീപക് കൃഷ്ണ കൊല്ലം സ്വദേശിയാണ്. ചലച്ചിത്ര നിർമ്മാതാവും നടൻ ജീവയുടെ പിതാവുമായ RB ചൌധരി അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് RB ചൌധരി അന്തരിച്ചു. രാജസ്ഥാനിലെ ഉദയ്പൂരിലുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് അന്ത്യം. അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. സൂപ്പർ ഗുഡ് ഫിലിംസ് കമ്പനിയുടെ സ്ഥാപകനാണ്. നടൻ ജീവയാണ് മകൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. വിജയ് പിന്തുണ തേടി തീരുമാനം. തമിഴ്നാട് PCCക്ക് വിട്ടു KC വേണുഗോപാൽ. തമിഴ്നാട്ടിൽ വിജയുടെ TVKയ്ക്ക് സർക്കാർ ഉണ്ടാക്കുവാൻ പിന്തുണ നൽകുന്നതിൽ തീരുമാനമെടുക്കുവാൻ സംസ്ഥാന നേതൃത്വത്തിനെ ചുമതലപ്പെടുത്തി AICC. തമിഴ്നാട് ജനതയുടെ വികാരങ്ങൾ കണക്കിലെടുത്ത് അന്തിമ തീരുമാനമെടുക്കുവാനാണ് നിർദ്ദേശം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാർട്ടി അതിന്റെ വേരുകളിലേക്ക് തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചു. പരോക്ഷ വിമർശനവുമായി VA അരുൺകുമാർ. തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPIMനെ പരോക്ഷമായി വിമർശിച്ച് VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. പാർട്ടി അതിന്റെ വേരുകളിലേക്ക് തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചു. സാധാരണക്കാരന്റെ നീതിക്കായും അഴിമതിക്കെതിരെയുമുള്ള പോരാട്ടങ്ങളിലേക്ക് മടങ്ങണം. ആദർശങ്ങളിൽ നിന്നുള്ള നേരിയ വ്യതിചലനം പോലും ജനങ്ങൾ ഗൌരവമായി കാണും. ജനഹിതം ശരിയുടെ പക്ഷത്തെന്നും അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക്. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെ രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തും. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. VD സതീശനും മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് തിരിക്കും. ഡൽഹിയിലെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.